കാര്യങ്ങളെപ്പറ്റി അമ്മയ്ക്ക് അറിയാമായിരുന്നു. ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അമ്മയെ ഞാൻ പോയി കാണിക്കും. അത് അമ്മയെ തിയേറ്ററിൽ കൊണ്ട് കാണിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് നല്ല രീതിയിലുണ്ട്. പക്ഷേ എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ആ അമ്മയ്ക്ക് സിനിമകൾ DVD-യിലൊക്കെ അല്ലെങ്കിൽ ഈ USB പെൻഡ്രൈവിലൊക്കെ ആക്കിക്കൊണ്ട് ഞാൻ കാണിക്കുമായിരുന്നു എന്നാണ് മോഹൻലാൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. ഞാൻ ആ കഴിഞ്ഞ ദിവസം ആ വീഡിയോ കാണിച്ചതാണ്. അപ്പോൾ അങ്ങനെ മോഹൻലാൽ സ്വന്തം അമ്മയെ പൊന്നുപോലെ നോക്കിയിട്ടാണ് ആ അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഭാഗ്യം ചെയ്തൊരമ്മ, അല്ലെങ്കിൽ ഏറ്റവും ഭാഗ്യം ചെയ്തൊരു കുടുംബം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ മോഹൻലാൽ അഭിനയിച്ചതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. മോഹൻലാലിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനകളുണ്ട്. ഞാനൊരു വേറൊരു വീഡിയോ നിങ്ങളെ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. മോഹൻലാലിനെ നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ ഇതിന് മുൻപൊന്നും കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ളത് എപ്പോഴാണ്? തൻ്റെ സഹോദര തുല്യനായിട്ടുള്ള ശ്രീനിവാസൻ മരിച്ചപ്പോഴും തൻ്റെ സഹോദരൻ മരിച്ച ആ സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ലാതെ മോഹൻലാലിനെ മറ്റൊരു സമയങ്ങളിൽ നമ്മൾ ആ രീതി കണ്ടിട്ടില്ല. ആകെ തകർന്ന് എല്ലാം തരിപ്പണമായി നിൽക്കുന്നൊരു മനുഷ്യൻ. പണമുണ്ട് പദവിയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ എല്ലാം തകർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മളിവിടെ കാണുന്നത്. ആ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക.